എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? റിയലൈസേഷൻ എന്താണ് ഈ കാണാൻ പറ്റാത്ത ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് കാണുന്ന രൂപത്തിൽ മനസ്സിലാക്കുക, റിയലൈസ് ചെയ്യുക. അപ്പോൾ മനസ്സിലാകും നമ്മൾ ഇത്രയും നാൾ എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത് സംഭവിക്കാതിരുന്നത്, നമ്മളുള്ള ദോഷങ്ങൾ എന്താണെന്ന് അവനവൻ തിരിച്ചറിയും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചില ആരാധനാലയങ്ങളിലേക്ക് നമുക്ക് പാൻറ് ഇട്ട് പോകാൻ പാടില്ല? അത് ഓരോ സമ്പ്രദായങ്ങളിലും അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിലും ഓരോ ദേവീ ദേവന്മാരുടെ അവിടെ കൊടുത്തിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പീരീഡ്സിനെ ഒരു അശുദ്ധിയായി കാണുന്നത് തെറ്റല്ലേ? അപ്പോൾ ഈ ജഡമായിട്ടുള്ള ജീവൻ ഇല്ലാത്തതാകുമ്പം അവിടെ അശുദ്ധി വർദ്ധിക്കും. ബയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പുരുഷന്മാരുടെ അത്രയും സ്ത്രീകൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും നാളത്തെ വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ഈ വ്രതം മുടങ്ങാനുള്ള സാധ്യതകളും കൂടുതലാണ്. അത്രത്തോളം ജ്ഞാനമില്ലാത്തവരെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ വിശ്വാസമാണ് അവരെ മുൻപോട്ട് നയിക്കുന്നതെങ്കിൽ അത് വേണ്ടവർക്ക്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്ന എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഈസ്റ്റ്. അസ്തമിക്കുന്നത് വെസ്റ്റ്. ആ കുട്ടിയുടെ മാനസിക വളർച്ച അനുസരിച്ച് അത് സത്യമാണ്. അവനോടൊരു അസൈൻമെൻറ്റ് പോലെ നാളെ വരച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഭംഗിയായിട്ട് ആ ഡ്രോയിങ് വരച്ചുകൊണ്ട് വരും. ഇതേ ടീച്ചർ തന്നെ 10ാം ക്ലാസ്സിലാകുമ്പോൾ പഠിപ്പിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു അല്ല, ഗ്രഹങ്ങൾ ചലിക്കുന്നു. അന്ന് അവന് മനസ്സിലാക്കാനുള്ള ഇൻ്റലക്ച്വലായി, പണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ, രണ്ടും സത്യമല്ലേ? അങ്ങനെയുള്ളവർക്ക് അത് വേണം. അപ്പോൾ എപ്പോഴും സ്പിരിച്വലി നമുക്ക് അവൈക്കനിങ് ആകണമെങ്കിൽ ആദ്യം വേണ്ടത് ക്യൂരിയോസിറ്റിയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള തത്വം എന്തെന്ന് അറിയാനുള്ള ജിജ്ഞാസ. ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നവർ 2 രീതിയിൽ ഉള്ള ആൾക്കാരായിരിക്കും. ഒന്ന്, ജിജ്ഞാസുക്കൾ. കൂടുതൽ പല പല മതങ്ങളിലൂടെ ദൈവത്തെ ആരാധിച്ചു പോരുന്നു, അനുഷ്ഠിച്ചു പോരുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം എന്നൊരാഗ്രഹം ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന പോലെ വെളിപാടൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പം പല സ്ഥലങ്ങളിലും പോയി അത്തരത്തിൽ വരുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഒരു ക്ലാരിറ്റി വരുമ്പോൾ നമ്മുടേതായ എൻ്റെ ഒരു വേ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയാണ്, പ്രായോഗിക ആത്മീയത. നമ്മളിവിടെ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടാമത് കിട്ടുന്ന ഒരു അവസരമല്ല, ഒരിക്കൽ മാത്രം കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമ്മുടെ ഉള്ള പവറിനെ, ആ റിസോഴ്സിനെ പൊക്കി എടുക്കാൻ സാധിക്കണം. നമ്മൾ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഈ കമ്പനികളിൽ മറ്റു സ്ഥലങ്ങൾക്ക് ഒരു HRD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലേ? എന്താ HRD? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. യെസ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. അതിനുള്ള ഡിപ്പാർട്ട്മെൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള എംപ്ലോയീസിൻ്റെ വെൽഫെയറിനും അവരുടെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ റിസോഴ്സ് ഉണ്ട്. ആ റിസോഴ്സിനെ, ആ ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ മാനവ വിഭവശേഷി. നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു വിഭവമുണ്ട്, റിസോഴ്സ് ഉണ്ട്. ആ റിസോഴ്സിന് നമ്മളറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ക്യൂരിയോസിറ്റി ഉള്ളവരായിട്ട് വരും ഒരു കൂട്ടർ. അവരെ കറക്റ്റ് ഇതിൻ്റെ സയൻസ് പഠിപ്പിക്കുക. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് ആരാധന, അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് ഓരോന്നിൻ്റെയും. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, പ്രദക്ഷിണം വെക്കുന്നു, അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. അതെന്താണ്? അതായത് നമ്മൾ ചുറ്റും വലയം വെച്ചിട്ടല്ലേ ശ്രീകോവിലോട്ട് കടക്കാറുള്ളത്? അതെ, ചില അമ്പലങ്ങളിൽ ഉപദേവതകളുണ്ട്. ഉപദേവതകളെയൊക്കെ സന്ദർശിച്ചിട്ട് വേണം അകത്തോട്ട് പോകാൻ. കാരണം നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് അല്ല ആത്മാവിന് പ്രത്യേകതയുണ്ട്. ഒരേപോലെ തന്നെ സ്ഥിരമായ രീതിയിൽ ഒരു സംഭവം ഫോക്കസ് ചെയ്ത് അവിടെ ഒട്ടും സ്റ്റിക്കബിലിറ്റി ഉണ്ടാവും. സ്റ്റിക്കബിലിറ്റി ഉണ്ടായാൽ വളരില്ല, വിഷമങ്ങൾ കൂടുതലുണ്ടാവും. നമ്മളൊരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ സ്ഥിരമായ രീതിയിൽ അസോസിയേറ്റ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആ വ്യക്തി അറ്റാച്ച്മെൻ്റ് ആകും. അറ്റാച്ച്മെൻ്റ് എപ്പോഴും മനുഷ്യർ ദുഃഖം ഉണ്ടാവും. അറ്റാച്ച്ഡ് മൈൻഡിൽ നിന്ന് ഡിറ്റാച്ച്ഡ് മൈൻഡിലേക്ക് ആക്കാൻ പ്രാക്ടീസ് വേണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ദേവത രൂപസങ്കല്പത്തിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നമ്മൾ ട്രിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഉത്തേജിപ്പിക്കുക. അപ്പോൾ ഉപദേവതയിൽ ഗണപതിയാണ് ഇടത്തെ സൈഡിൽ ഇരിക്കുന്നതെങ്കിൽ അവിടെ തൊഴുമ്പം ഈ ഗണപതി ഭഗവാന്റെ രൂപത്തിൽ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ ഗണപതി ഭഗവാന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്ന ചില കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റുന്ന വിഘ്നേശ്വരൻ. അപ്പം അകത്തുള്ള ദേവിയാണ് പ്രധാന കോവിലിരിക്കുന്നത്. ദേവിയെ പറ്റി അപ്പോൾ ഓർക്കുന്നില്ല, വിഘ്നേശ്വരൻ മാത്രമാണ്. അത് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യനാവും. അപ്പം വിഘ്നേശ്വരനെ അങ്ങോട്ട് തൽക്കാലത്തേക്ക് മാറ്റി വെച്ച് സുബ്രഹ്മണ്യനായി. അകത്തിരിക്കുന്ന ദേവിയില്ല, ഈ പറയുന്ന വിഘ്നേശ്വരൻ. അത് കഴിഞ്ഞ് അപ്പുറം ശിവൻ ഉപദേവൻ. അവിടെ ആകുമ്പോൾ ഇതൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് ശ്രീകോവിലിട്ട് കയറുമ്പോഴോ മറ്റൊന്നുമില്ല, ഇത് മാത്രമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് മനസ്സിനെ പരിപക്വമാക്കാനുള്ള ഡെലിബറേഷൻസ് ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഇത് വേണ്ടവർക്ക് വേണ്ടേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ എനർജിയെ
എലിവേറ്റ് ചെയ്യാൻ. പക്ഷെ അത് ഒരു അതിനെ ആ രീതിയിലല്ല ആൾക്കാർ കാണുന്നത്. അതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അല്ല, ഈ ഒരു ദേവൻ എന്നെങ്കിലും ഇറങ്ങി വന്ന് എന്നെ സംരക്ഷിക്കും, അതിൽ മാത്രം ആകുമ്പോൾ അത് അന്ധവിശ്വാസമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇപ്പം മാറി മാറി ഒരുപാട് ദേവാലയങ്ങളിൽ പോകും ആൾക്കാരല്ലേ, പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കാറ്റുപോലെ എല്ലായിടത്തും പ്രസൻസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം അവർക്ക് കൂടുതൽ അനുഭവിക്കാൻ പറ്റും. ശരിയാണ്, ചില അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾനെസ് കിട്ടാറുണ്ട്. ചിലപ്പോൾ നമ്മളൊരു ഡിവോട്ടി ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൽ ഒരു അന്ധമായ വിശ്വാസമോ അല്ലെങ്കിൽ നോർമൽ വിശ്വാസമോ ഇല്ല, ഏത്തിസ്റ്റുകളായിരിക്കാം. പക്ഷെ അവർ അമ്പലത്തിൽ പോയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സറൗണ്ടിങ്സ്. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഓറ, അതല്ലെങ്കിൽ എനർജി ഫീൽഡ്, അതായത് സൈക്കിക് ഫീൽഡ് എന്ന് പറയും, ഓറ. ഇപ്പം നമ്മൾ അതിലേക്ക് വരാൻ പോവാണ്. നിങ്ങളിലുള്ള ഓറയെ സംബന്ധിച്ചും അതിൽ ഇത്രയും നാൾ സംഭവിച്ചിരിക്കുന്ന കണ്ടാമിനേഷനെ സംബന്ധിച്ചും അതിനെ എങ്ങനെ നമ്മൾ ക്ലെൻസ് ചെയ്ത് പവർഫുൾ ആക്കണമെന്നുള്ളതിനെ പറ്റി വരും നിമിഷങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അതായത് നമ്മൾ ഓരോരുത്തരിലും ഈ പറയുന്ന ശക്തിയെ പുറത്തെടുക്കണമെങ്കിൽ നിങ്ങളുടെ ഓറയെ ഡെവലപ്പ്. ഈ ഓറകൾ എനർജൈസ് ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് ദേവാലയങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ നമുക്കിതൊന്നും അറിയില്ല. വ്യാകുലതകളും പ്രശ്നങ്ങളുമായിട്ട് വരുന്നവർ ആ ഒരു പ്രസൻസിലേക്ക് വരുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഫീൽ, ആശ്വാസം കിട്ടുന്നുണ്ട്. ചിലർ അവിടെ ഇരുന്ന് കണ്ണുനീർ പൊഴിക്കുന്ന കാണാം. തിരിച്ചിറങ്ങി വരുമ്പോൾ വല്ലാത്ത തൽക്കാലത്തേക്ക് ടെമ്പററി ആശ്വാസം കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവിടെയുള്ള സൈക്കിക് ഫീൽഡ് ഓറയുടെ പവറാണ്. അതിനാണ് നിത്യവും അവിടെ വിശുദ്ധി, ശുദ്ധി, സ്ഥിതി, സാന്നിധ്യം, സമൃദ്ധി അവിടെ ഉള്ളത്. ആദ്യം വിശുദ്ധി വരുത്തി, എല്ലാ ദേവാലയങ്ങളും ശുദ്ധി വരുത്തുന്നു. ശുദ്ധി വരുന്നിടത്ത് സാന്നിധ്യം ഉണ്ടാവുള്ളൂ, അവിടെ സമൃദ്ധി വരുന്നു. അതവിടെ നിലനിർത്തുന്നു. ഇത് തന്നെ നമ്മുടെ വീട്ടിലും നമ്മളിലും നിലനിർത്തിയാൽ നമ്മളിലും ഈ ഓറയുടെ പ്രസൻസ് ഉണ്ടാകുന്നു, ദൈവത്തിൻ്റെ ശക്തി ഉണ്ടാകും. നമ്മളിനിയും ഇതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ സ്പിരിറ്റിനെ പ്രപഞ്ചത്തിലുള്ള സ്പിരിറ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് പഠിക്കുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ പ്രാർത്ഥനകൾ കൊണ്ട് രഹസ്യം. ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ലേ, പക്ഷേ എന്താണ് എന്നിട്ട് പലർക്കും ഫലം കിട്ടാതെ വരുന്ന മാത്രമല്ല, ദുരിതങ്ങളാണ്. ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ച് ദുരിതം ഇരന്ന് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട്. ആൾക്കാർ കുറച്ച് ഗ്രീഡി ആയി പോയതിൻ്റെ. യെസ്, കാരണം ഒന്ന് തത്വം അറിയില്ല. എപ്പോഴും നമുക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ വരണമെങ്കിൽ, മാറ്റം ഉണ്ടാകണമെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ റിയലൈസേഷൻ ഉണ്ടാകണം, തിരിച്ചറിവ്. എന്ത് കാര്യവും തിരിച്ചറിവിലൂടെയും നമുക്ക് മാറ്റം ഉണ്ടാകും. ഫസ്റ്റ് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എവിടേക്കാണ് പ്യൂരിഫിക്കേഷൻ നടത്തണമെന്നുള്ളത്. നമ്മളിൽ തന്നെ, നമ്മുടെ ചുറ്റുപാടും. റിയലൈസേഷൻ, പ്യൂരിഫിക്കേഷൻ, ദെൻ കണ്ടിന്യൂവേഷൻ, ഡെയിലി അതിനെ പരിപോഷിപ്പിക്കണം. ദെൻ മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം നടപ്പിലാക്കുക എന്നുള്ളതാണ്. വേണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എന്താണ് ആദ്യം വേണ്ടത്? റിയലൈസേഷൻ. എന്താണ് ഈ കാണാൻ പറ്റാത്ത ശക്തിയെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ മനസ്സിലാക്കുക, റിയലൈസ് ചെയ്യുക. അപ്പോൾ മനസ്സിലാകും നമ്മൾ ഇത്രയും നാൾ എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത് സംഭവിക്കാതിരുന്നത്, നമ്മളുള്ള ദോഷങ്ങൾ എന്താണെന്ന് അവനവൻ തിരിച്ചറിയുക. ദോഷമെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചില ഘടകങ്ങൾ, ചില ഛിദ്ര ശക്തികളെന്നൊക്കെ പറയും, നെഗറ്റീവ് ശക്തികൾ എന്ന് പറയും, ബാധകൾ എന്ന് പറയും. എത്ര നമ്മൾ പലതും പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല, അതിൻ്റെയൊക്കെ പിന്നിലുള്ള ബ്ലോക്ക് ഏതാണെന്ന് അറിയലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ മൊത്തം കണ്ടാമിനേഷനാണ്. ഇനി അതിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഡെയിലി അതിനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലേ പ്രശ്നമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ആകപ്പാടെ പരിചയം നമ്മുടെ ബോഡിയാണ്, ശരീരത്തെയാണ്. ഈ ശരീരത്തിന് നിത്യം പരിപാലനം വേണ്ടേ? തീർച്ചയായിട്ടും. ചില പരിപാലനമുള്ള വ്യക്തികളെ കാണുമ്പോൾ വല്ലാത്തൊരു ചൈതന്യമല്ലേ, ഫ്രഷ്നെസ്. അവരുടെ അടുത്തേക്ക് വരുമ്പോൾ പലർക്കും ഒരു പവർ കിട്ടാറില്ലേ, അവരുടെ പ്രസൻസ് കുറേ. ചില വ്യക്തികൾ വരുമ്പോൾ നമ്മൾ നേരെ തിരിച്ചു. യെസ്. ഇപ്പം ശരീരം വൃത്തിയൊന്നും ആക്കാതെ, കുളിക്കാതെയും നനയ്ക്കാതെയും കെയർലെസ് ആയിട്ട് നടക്കുന്ന ഒരാൾ എന്ത് സംഭവിക്കുക? ഒരു വിയർപ്പും പൊടിയൊക്കെ കൊണ്ട് മാലിന്യപ്പെട്ട് ആദ്യം പതുക്കെ അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. ശരീരം ഹോട്ടാവും. അസ്വസ്ഥത കഴിഞ്ഞ് പിന്നെ പലപ്പോഴും ചൊറിച്ചിട്ട് തുടങ്ങും, പിന്നെ അത് പൊട്ടും, അത് വ്രണമാകും, മൊത്തം നാശമാകും. കാരണം അവർക്ക് ഈ ക്ലീനിങ് അറിയില്ല, ക്ലെൻസിങ് അറിയില്ല. അത് ശരീരത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞ കണക്ക് ആത്മാവിനെ ക്ലെൻസ് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ അവിടെ ഇതേപോലെ വ്രണം പിടിക്കുന്നു. ശരീരവും മനസ്സും ചേർന്നല്ലേ. അപ്പോൾ കാലങ്ങളായിട്ട് അവിടെ പിടിച്ചിരിക്കുന്ന ചില കണ്ടാമിനേഷൻസ് ഉണ്ട്. ഇതിനെ തിരിച്ചറിയണം. അതിനെ കാർമിക് എഫക്റ്റ് എന്ന് പറയും, കർമ്മദോഷം എന്ന് പറയും. ആ കർമ്മദോഷത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മളതിനെ വാഷ് ചെയ്ത് കളയണം. അതിനെയാണ് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്തായാലും ഹീലിംഗിലേക്കും നെഗറ്റീവ് എനർജികളിലേക്കും ഞാൻ വരുന്നുണ്ട്. അതിന് മുൻപ് ഞാൻ അവസാനം ഈ ഒരു സെക്ഷനിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? യെസ്, ക്ഷേത്രം. നമുക്ക് പൊതുവെ ദേവാലയങ്ങൾ എന്ന് പറയാം. അമ്പലമായിക്കോട്ടെ, പള്ളി ആയിക്കോട്ടെ, ആരാധനാലയങ്ങൾ ഒക്കെ, ആരാധിക്കുന്ന ആരാധന. നമുക്ക് ഈ ജിംനേഷ്യത്തിലെ എന്തിനാ പോകുന്നത്? ശരീരമായി കുറച്ച് പുഷ്ടി വെച്ച്
അല്ലെങ്കിൽ കുറച്ച് അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അതെ, തീർച്ചയായും സിസ്റ്റമാറ്റിക് ആയിട്ട് രാവിലെ നമുക്ക് അതിൽ പോയി കുറെ ട്രെഡ്മില്ലിൽ കുറെ ഒരു അരമണിക്കൂർ ചവിട്ടിയാൽ വാമിംഗ് അപ്പ് കഴിഞ്ഞ് പിന്നെ ഓരോ റൈഡിലും പോകുമ്പോൾ ഈക്വലായിട്ട് സിസ്റ്റമാറ്റിക് കുറച്ച് സമയം കൊണ്ട് ഈക്വലായിട്ട് ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താനുള്ള എനർജി ബാലൻസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരു ജിംനേഷ്യത്തിലുണ്ട്, ഒരു ഹെൽത്ത് ക്ലബിലുണ്ട്. ഇനി ഇതില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യരുത്, വഴിയിലിറങ്ങി ചെയ്യരുത്, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലായിടത്തും നമ്മുടെ ഈ പറയുന്ന ഉപാസന ചെയ്യാം, വീട്ടിലും പുറത്തുമല്ല. പക്ഷേ അതിനുള്ള പ്രത്യേകം സിസ്റ്റം ഒരുക്കിയിരിക്കുന്നിടത്തോട്ട് ചെല്ലുമ്പോൾ താളാത്മകമായിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്ക് എനർജി, മനസ്സിൻ്റെ എനർജിയെ അല്ലെങ്കിൽ കണ്ടാമിനേഷനെ കളഞ്ഞ് പ്യൂരിഫിക്കേഷൻ നടത്തി അനുഭവിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ കാറ്റെല്ലായിടത്തും ഉണ്ട്, പക്ഷെ ഫാനിൻ്റെ അടിയിലോട്ട് ചേർന്ന് നിൽക്കുമ്പോഴല്ലേ അതിൻ്റെ കുളിർമ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ദേവാലയങ്ങൾ വേണ്ടവർക്ക് വേണ്ടേ? വേണം. ഇതിനാണ് ഇങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ചില ആരാധനാലയങ്ങളിലേക്ക് നമുക്ക് പാൻറ് ഇട്ട് പോകാൻ പാടില്ല? അത് ഓരോ സമ്പ്രദായങ്ങളിലും അല്ലെങ്കിൽ ഓരോ സിസ്റ്റത്തിലും ഓരോ ദേവീ ദേവന്മാരുടെ അവിടെ കൊടുത്തിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ ഒരുപാട് കോൺട്രവേഴ്സിയുള്ള വിഷയമാണ് ശബരിമല പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഒരു വലം ഫുള്ളായിട്ട് വെക്കാൻ പാടില്ല, കേട്ടിട്ടില്ല? അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ തത്വമുണ്ട്. കാരണം ശിവം എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജിക്ക് പറഞ്ഞ ശിവം എന്നുള്ളതാണ്, പരമശിവം അല്ലേ? എല്ലാവരുടെ ഉള്ളിൽ ശിവം എനർജിയാണ്. ആ ശിവം നഷ്ടപ്പെട്ട ശവം. ഓക്കെ, അപ്പം ശിവക്ഷേത്രത്തിന് മാത്രമുള്ള പ്രത്യേകത എന്താ? ഇങ്ങനെ കറങ്ങി തിരിച്ചു വരണം. കാരണം ഈ എനർജി എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ല. അതായത് അവിടെ മാത്രം അളക്കാൻ പറ്റില്ല എനർജിയെ. അപ്പം ശിവനെ അളക്കാൻ പറ്റില്ല, എന്നാൽ മറ്റുള്ളിടത്തെല്ലാം പൂർണ്ണമാകുന്നുണ്ട്. ശിവൻ എനർജിയെ മാത്രം അളക്കാൻ പറ്റാത്ത കാരണം അത് തിരിച്ച് നടന്നു വരണം. അപ്പം അങ്ങനെ ഒരുപാട് സയൻസിന്റെ പിന്നിലുണ്ട്. ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകാത്തതിനെ തുടർന്ന് വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ശബരിമലയിലേക്ക് സ്ത്രീകൾ കടന്നു ചെല്ലരുത് എന്ന് പറയുന്നത്? അത് നേരത്തെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഓരോ ക്ഷേത്രങ്ങളുടെയും നിലനിൽപ്പിനും അതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. ഇപ്പം ശബരിമല, അപ്പം ഗുരുവായൂർ, അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകമായിട്ടുള്ള പൂജാവിധികൾ ഉണ്ട്. അതനുസരിച്ച് പോകുമ്പോൾ നമ്മൾ വലിയൊരു സമൂഹം എന്താ വേണ്ടത്? ഓരോരോ സ്ഥലങ്ങളിൽ അതിൻ്റെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് ചേർന്ന് പോകുക എന്നുള്ളതല്ലേ. അതിൻ്റെ പിന്നിൽ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ തുടങ്ങി നിൽക്കില്ല സാധനം. എന്നാൽ സ്ത്രീകൾക്ക് എവിടെയും പോകാം, ഏത് സമയത്തും പോകാം. എങ്കിലും ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അത് പ്രകൃതിക്കും ചില ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് സൂക്ഷ്മതലത്തിൽ. എങ്ങനെ? കാരണം ഈ സ്ത്രീകൾക്ക് മാത്രമുള്ള പ്രത്യേകത എന്താ? ഒരു മാസം കുറേ ദിവസങ്ങൾ അവരുടെ മെൻ്റലി ഡിസ്ട്രാക്റ്റ് ആകുന്നുണ്ട്, ഫിസിക്കലി ഡിസ്ട്രാക്റ്റ് ആകുന്നുണ്ട് അശുദ്ധി വരുന്ന സമയത്ത്. അപ്പോൾ എപ്പോഴും സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ചിന്തകളുടെ ഏകാഗ്രതയോടുകൂടി അനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ ഏത് ആചാരാനുഷ്ഠാന പ്രാർത്ഥനകളും. അപ്പോൾ ഇത്രയും ദിവസം വ്രതങ്ങളെടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ പലപ്പോഴും പൂർണ്ണത കിട്ടില്ല സ്ത്രീകൾക്ക്. അപ്പോൾ അവർ നമുക്ക് തന്നെ അറിയാം, സാധാരണ ക്ഷേത്രങ്ങളിൽ പോലും ഈ പറയുന്ന സ്ത്രീകളുടെ പീരീഡ്സിൻ്റെ സമയത്ത് അവർക്ക് ഏകാഗ്രത കിട്ടില്ല. ഒന്നാമത് ഫിസിക്കലി ഒരു മെൻ്റലി ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആ എനർജി ആയിട്ടൊരു സ്ഥലത്തേക്ക് പോകുമ്പം അവിടെ കണ്ടാമിനേഷൻ അല്ലേ വരുന്നത്. അതൊന്ന്. പിന്നെ അതാണ് അടിസ്ഥാനപരമായിട്ട് ആ വ്യക്തിക്കും കിട്ടുന്നില്ല, ആ സൈക്കിക് ഫീൽഡിൽ നെഗറ്റീവായിട്ടുള്ള പ്രസൻസ് ഉണ്ടാകും. അപ്പോൾ ശബരിമല പോലുള്ള സ്ഥലത്ത് ഒന്നാമത് മലകളും കഠിനമായ രീതിയിലുള്ള കയറ്റവും ഇറക്കവും തിരക്കും ഇതെല്ലാം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോരോ സാധാരണ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പ്രശ്നമില്ലല്ലോ. ശബരിമലയിൽ മാത്രം പറയാൻ കാരണം അവിടെ പ്രകൃതി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളുമുണ്ട്, ബയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം പുരുഷന്മാരുടെ അത്രയും സ്ത്രീകൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും നാളത്തെ വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. ഇതിനിടയ്ക്ക് തന്നെ ഈ വ്രതം മുടങ്ങാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതൊക്കെയാണ് ശരിക്കും സയന്റിഫിക് ആയിട്ടുള്ള കാര്യം. പീരീഡ്സിനെ ഒരു അശുദ്ധിയായി കാണുന്നത് തെറ്റല്ലേ? അശുദ്ധിയായിട്ട് അതിന് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഏത് എലമെൻറ്റും ജഡമാണല്ലോ. സാധാരണ ഒരു ക്ഷേത്രത്തിൽ നമ്മൾ കയറുമ്പോൾ അവിടെ ചില ആചാരങ്ങളുടെ ഭാഗമായിട്ട് എന്താ ഉള്ളത്? കുളിച്ചിട്ട് കയറണമെന്ന് പറയും. ക്ഷേത്രങ്ങളുടെ കേസ് ഞാൻ പറയുന്നത്. കുളിച്ചിട്ട് കയറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അനുനിമിഷം ജഡവസ്തുക്കൾ പൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജീവകോശങ്ങൾ ഓരോ നിമിഷവും പൊഴിഞ്ഞു പോകുന്നതിന് പുതിയത് വരുന്നുണ്ട്. അപ്പോൾ ഈ ജഡമായിട്ടുള്ള ജീവൻ ഇല്ലാത്തതാകുമ്പം അവിടെ അശുദ്ധി വർദ്ധിക്കും. അതുകൊണ്ടാണ് കുളിക്കേണ്ട ശരിയായ രീതിയിൽ കുളിച്ചിട്ട് പോകണം. വസ്ത്രധാരണം അതേപോലെ തന്നെ. പിന്നെ മുടി ശരീരത്തിൽ നിൽക്കുമ്പം അത് സജീവമായിട്ടുള്ളതാണ്. അവിടുന്ന് പൊഴിഞ്ഞ് വീഴുമ്പോഴാണ് ജഡവസ്തുവാകുന്നത്. അപ്പം കുളിച്ചിട്ട് പോകുന്ന സമയത്ത് മുടിയുടെ തുമ്പ് കെട്ടിയിട്ടേ കയറാവുള്ളൂ എന്ന് പറയും. കാരണം ഇവിടുന്ന് വിട്ടാലും താഴെ അടർന്ന് വീഴരുത്. നഖം
കയ്യിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, നഖം പൊളിഞ്ഞ് വീഴാൻ പാടില്ല, അപ്പോൾ ജഡമായി. നമ്മുടെ ഇതില്ലേ ഉമിനീര്, തുപ്പൽ, അത് പുറത്തേക്ക് വീണാൽ ജഡമായി, അകത്ത് നിൽക്കുമ്പോൾ കുഴപ്പമില്ല. ഇനി അതേപോലെ മലമൂത്ര വിസർജ്യാദികൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ശരീരത്തിന് പുറത്ത് വന്നു കഴിയുമ്പോൾ ബ്ലഡ് അടക്കം അത് അശുദ്ധിയായി. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ടാണ് രക്തം വീഴാൻ പാടില്ല, അതോടൊപ്പം യൂറിൻ വീഴാൻ പാടില്ല. അത്ര പരിശുദ്ധമായ രീതിയിൽ പരിപാലിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രാന്തരീക്ഷം, അകം. നമ്മൾ ICU എന്ന് കേട്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ? ICUയിലോട്ട് കയറുന്നത് സാധാരണ വാർഡിൽ പോകുന്നതാണ് കാണും അല്ല. അവിടെ കുറച്ച് കൃത്യതയോടുകൂടി അതിസൂക്ഷ്മമായ രീതിയിലുള്ള പരിപാലനമല്ലേ. ഇനി അത് പരിപാലനങ്ങൾ കറക്റ്റായിട്ട് മനുഷ്യൻ ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ വർഷാവർഷം എന്ത് നടത്തുന്നത്, ഉത്സവങ്ങളും കൂടുതൽ മെയിൻ്റനൻസ് നടത്തുന്നത്, ശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളത്.